നമസ്കാരം. നമ്മുടെ ഗോപിയണ്ണൻ്റെ കാര്യമേ, ഈ സുരേഷ് ഗോപിയെ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിക്കാൻ വേണ്ടി തൃശ്ശൂർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്, എന്തൊക്കെയാണ് കോപ്രായങ്ങൾ കാട്ടിയത്, എത്ര പണം മുടക്കിയത്. കിരീടം കൊടുക്കലും മോദിനെ കൊണ്ടുവരലും കല്യാണം വല്ലാത്തൊരു വമ്പൻ സംഭവമാക്കി മാറ്റലും എത്ര ലക്ഷങ്ങളാണ് പൊടിച്ചത്. ഊണും ഉറക്കമില്ലാത്ത 2 കൊല്ലത്തോളം കഷ്ടപ്പാടേ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവസാനം ഒന്ന് കടന്നു കയറിയത്. എത്ര രാത്രികൾ ഉറങ്ങാതെ രാത്രിയും പകലും ഊണും ഉറക്കവും ഇല്ലാതെ തൃശ്ശൂർ തമ്പടിച്ച് ഒരു മന്ത്രിസ്ഥാനം കരസ്ഥമാക്കാനേ അവസാനം കിട്ടിയതോ ഒരു സഹമന്ത്രിസ്ഥാനവും. അപ്പോഴാണ് കിടക്കുന്ന മറ്റേ ആൾ ഒരു അധ്വാനം ഇല്ലാതെ കൂസായിട്ട് നമ്മളെ കുര്യനെ കൂസായിട്ട് സഹമന്ത്രിസ്ഥാനം കൊണ്ടുപോയി. സുരേഷ് ഗോപിയെ നോക്കി നിന്നെടുത്ത് ബാക്കി പാവം.